ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ടെൻഷൻ സൃഷ്ടിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ പുതിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം അധികാരം ഏറ്റെടുത്ത നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഇടക്കാല സർക്കാർ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് 2026 ഫെബ്രുവരി 12 നടത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഈ പുതിയ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആരംഭിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ മുൻ ഭരണകക്ഷിയായ അവാമി ലീഗ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് യൂനിസ് സർക്കാരിന് കീഴിലുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അവാമി ലീഗ് ഇത്ര ശക്തമായി എതിർക്കുന്നത്? ഈ അൺസർട്ടനിറ്റി ഇന്ത്യയുടെ സുരക്ഷാ സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. അവാമി ലീഗിന്റെ അഭിപ്രായത്തിൽ യൂനിസ് സർക്കാരിന്റെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച ഈ ഇലക്ഷൻ ഷെഡ്യൂൾ തികച്ചും ഇല്ലീഗൽ, അതായത് നിയമവിരുദ്ധമാണ്. ശക്തമായ ഭാഷയിൽ അവർ തങ്ങളുടെ പ്രസ്താവന പുറത്തിറക്കി. യൂനിസിന്റെ ഇപ്പോഴത്തെ ഭരണം പൂർണ്ണമായും പക്ഷാപാതപരമാണെന്നാണ് അവാമി ലീഗ് ആരോപിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ട്രാൻസ്പെറൻസിയോ നിഷ്പക്ഷതയോ ഉറപ്പുവരുത്താൻ കഴിയില്ല എന്നും പറയുന്നുണ്ട്. ഇടക്കാല സർക്കാർ ആന്റി ടെററിസം ആക്ട് പ്രകാരം അവാമി ലീഗിന്റെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റു ദേശീയ നേതാക്കൾക്കുമെതിരെ ഫാബ്രിക്കേറ്റഡ് കേസസ് ചുമത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ തങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് രാജ്യത്തെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനുള്ള പദ്ധതിയാണെന്നും അവർ ഊന്നി പറയുന്നു. നിരോധനം ഉടൻ പിൻവലിക്കണം, ഹസീനയ്ക്കെതിരായ കേസുകൾ പിൻവലിക്കണം, എല്ലാ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെയും മോചിപ്പിക്കണം, നിലവിലെ സർക്കാരിന് പകരം ന്യൂട്രൽ കെയർടേക്കർ ഗവൺമെന്റ് അധികാരത്തിൽ വരണം. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ തങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കൂ എന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ പ്രധാന എതിർകക്ഷികളായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP, അതുപോലെ ജമാഅത്തെ ഇസ്ലാമി, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ രൂപം കൊണ്ട നാഷണൽ സിറ്റിസൺസ് പാർട്ടി NCP, ഇവർ മൂന്നുപേരും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ജനറൽ ഇലക്ഷൻ മാത്രമല്ല, രാജ്യത്ത് ആദ്യമായി ഒരു ഇരട്ട വോട്ടെടുപ്പിനാണ് ബംഗ്ലാദേശ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ജൂലൈ ചാർട്ടർ എന്നറിയപ്പെടുന്ന ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ഒരു നാഷണൽ റെഫറൻഡം കൂടി നടക്കും. ഇത് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനും ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നതാണ്. ഈ ചർച്ചകളിൽ ഒന്നിലും അവാമി ലീഗ് ഉൾപ്പെട്ടിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഏകദേശം 12.7 കോടി വോട്ടർമാർക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. ബംഗ്ലാദേശിലെ ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയുടെ സുരക്ഷയും കണക്ടിവിറ്റിയെയും നേരിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ പ്രതിസന്ധി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ക്രൂഷ്യൽ ആകുന്നത്? ഇതൊക്കെ ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തത് സുരക്ഷാ പങ്കാളിത്തമാണ്, അതായത് സെക്യൂരിറ്റി കോഓപ്പറേഷൻ. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഇന്ത്യയുമായുള്ള സുരക്ഷാ സഹകരണം ചരിത്രപരമായിരുന്നു. ഇന്ത്യ വിരുദ്ധ തീവ്രവാദ ഗ്രൂപ്പുകളെ അടിച്ചമർത്തുന്നതിൽ ബംഗ്ലാദേശ് വലിയ പങ്ക് വഹിച്ചു. അവാമി സൈഡ് ലൈൻഡ് ആകുമ്പോൾ ഈ സഹകരണം മുന്നോട്ട് പോകുമോ എന്ന ആശങ്കയാണ് ന്യൂഡൽഹിക്ക് ഇപ്പോഴുള്ളത്. സ്വാഭാവികം. രണ്ടാമത്തേത് വ്യാപാരം, ബന്ധം തുടങ്ങിയവ. അതായത് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. കൂടാതെ നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ട്രാൻസിറ്റ് റൂട്ട് കൂടിയാണ് ബംഗ്ലാദേശ്. അപ്പോൾ പുതിയ സർക്കാരിന്റെ രാഷ്ട്രീയ പാതയിൽ ഒരു ഇന്ത്യ വിരുദ്ധത ഉണ്ടായാൽ ട്രേഡിനെയും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിനെയും ഒക്കെ ഇത് ബാധിക്കും. അടുത്തത് മൂന്നാമതായി ഇസ്ലാമിക ശക്തികളുടെ വളർച്ചയാണ്. അവാമി ലീഗിന്റെ അഭാവം ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ്സിനെ അതിന് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സ്വാധീനം നേടാൻ അവസരം നൽകിയേക്കും. ഇത് ഇന്ത്യയുടെ ഇന്റർണൽ സെക്യൂരിറ്റിക്ക് ഭീഷണിയാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനകം അതിർത്തി പ്രദേശങ്ങളിൽ ചില ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസ് നടക്കുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നുമുണ്ട്. ചുരുക്കത്തിൽ ബംഗ്ലാദേശിലെ 2026 തിരഞ്ഞെടുപ്പ് വെറും ഒരു വോട്ടെടുപ്പ് മാത്രമല്ല, അത് ദക്ഷിണേഷ്യയുടെ സ്ട്രാറ്റജിക് ജോമെട്രി നിർണ്ണയിക്കുന്ന ഒന്നാണ് എന്ന് വേണം പറയാൻ. ഫെബ്രുവരി 12, 2026 എന്ന ഡെഡ് ലൈൻ അടുക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടികളിൽ ഒന്ന് തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്നു എന്നതാണ് സത്യം. യൂനിസ് സർക്കാരിന്റെ ഈ പൊളിറ്റിക്കൽ ചലഞ്ച് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും ബംഗ്ലാദേശിന്റെ ഈ രാഷ്ട്രീയപരമായ ആശയക്കുഴപ്പങ്ങൾ ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധങ്ങളിൽ എന്ത് മാറ്റം വരുത്തുമെന്നും ഇന്ത്യ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും ഒക്കെ കാത്തിരുന്ന് തന്നെ കാണണം.